ഹായ് ഹലോ, നമുക്കിന്ന് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ? അവൽ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ അവൽ വെച്ച് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ 1 കപ്പ് അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചുവന്ന അവൽ വേണമെങ്കിൽ അത് എടുക്കാം. ഞാനിവിടെ വെള്ള അവലാണ്, തിന്നായിട്ടുള്ള അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി കട്ടിയുള്ളതാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുത്താൽ മതിയാവും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഒരു 3 മിനിറ്റ് വെക്കുന്നുണ്ട്. ഇനി ആ സമയം കൊണ്ട് ഞാനിതാ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ച് ഒരു 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിതാ വേവിച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു സവാള എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അവലുണ്ടല്ലോ അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോൺഫ്ലെക്സ് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ടല്ല അത് പൊടിച്ചെടുത്തിട്ടുള്ളത്, വെറുതെ കൈ വെച്ച് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് എടുത്ത് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊട്ടി പിടിക്കാതെ നിൽക്കൂട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഷേപ്പിലാണ് കേട്ടോ ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. ഇനി നമ്മൾ ആ മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ കോൺഫ്ലെക്സ് ഉണ്ടല്ലോ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി കോൺഫ്ലെക്സിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ അത് വെച്ചിട്ടും ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഇതിൽ ഒരു ഐസ് സ്റ്റിക്ക് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളിതിൽ ചേർത്തിട്ടുള്ള കിഴങ്ങ് വേവിച്ചിട്ടാണല്ലോ നമ്മൾ ചേർത്തിട്ടുള്ളത്. പിന്നെ സവാളയാണെങ്കിലും ഒന്നിങ്ങനെ ക്രഞ്ചി ആയിട്ടാണ് വേണ്ടത്, ഒരുപാട് വേവിക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം കേട്ടോ.
ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പിന്നെ അവലൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടായിരിക്കുന്നതല്ലേ. പിന്നെ ബാക്കിയുള്ള ചേരുവകളാണെങ്കിലും സവാള, കിഴങ്ങ് അതൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. പിന്നെ ഐസ് സ്റ്റിക്ക് ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. അപ്പോൾ നമ്മുടെ അവൽ വെച്ചിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ.